ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ സ്ട്രീം ട്രെയിനിങ്ങിനെ കുറിച്ചും സ്ട്രീം അസസ്മെൻറ്റിനെ കുറിച്ചും എല്ലാം സംസാരിക്കാം. അപ്പോൾ ക്വാളിറ്റി എഞ്ചിനീയറിംഗ് ആണെങ്കിലും ഇൻഫ്രാസ്ട്രക്ചർ എഞ്ചിനീയറിംഗ് ആണെങ്കിലും വേറെ ഏത് ഡിവിഷൻസ് ആണെങ്കിലും അതിൻ്റെ ഓരോന്നിലുള്ള സ്ട്രീമുകളും വ്യത്യാസം ഉണ്ടായിരിക്കും. അതിൽ ഞാൻ പറഞ്ഞു എനിക്ക് ഇൻഫ്രാസ്ട്രക്ചർ എഞ്ചിനീയറിങ്ങിനാണ് കിട്ടിയിരിക്കുന്നതെന്ന്. ഇൻഫ്രാസ്ട്രക്ചർ എഞ്ചിനീയറിങ്ങിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന സ്ട്രീമുകളെ കുറിച്ച് ഞാൻ പറയാം. ഇതിൻ്റെ സ്ട്രീമുകൾ ഏതൊക്കെയായിരുന്നു എന്ന് വെച്ചാൽ ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേഷൻ ഉണ്ടായിരുന്നു, ഒറാക്കിൾ അഡ്മിനിസ്ട്രേഷൻ ഉണ്ടായിരുന്നു, വർക്ക് പ്ലേസ് ഉണ്ടായിരുന്നു, സർവീസ് മാനേജ്മെൻറ്റ് ഉണ്ടായിരുന്നു, എൻ്റർപ്രൈസ് നെറ്റ്വർക്ക് ഉണ്ടായിരുന്നു, പിന്നെ ക്ലൗഡിൻ്റെ മാത്രം പഠിക്കാനുള്ള ഒരു സെഷൻ അത് മാത്രം ഉണ്ടായിരുന്ന സ്ട്രീം ഉണ്ടായിരുന്നു, പിന്നെ ഡാറ്റ സെൻറ്റർ ലിനക്സ് ആൻഡ് ക്ലൗഡ് ഉണ്ടായിരുന്നു, ഡാറ്റ സെൻറ്റർ വിൻഡോസ് ആൻഡ് ക്ലൗഡ് ഉണ്ടായിരുന്നു, സ്റ്റോറേജ് ആൻഡ് ബാക്കപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ സ്ട്രീമുകളുണ്ട് ഈ ഇൻഫ്രാസ്ട്രക്ചർ എഞ്ചിനീയറിങ്ങിൻ്റെ കീഴിൽ തന്നെ. ഇതുപോലെ തന്നെ ക്വാളിറ്റി എഞ്ചിനീയറിങ്ങിൻ്റെ താഴെ കുറേ പല ടൈപ്പ് ഓഫ് സ്ട്രീമുകൾ ഉണ്ടായിരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് സ്ട്രീമുകൾ. ഇതിൽ നമുക്ക് ഇതിൻ്റെ സ്ട്രീം പ്രിഫറൻസ് കൊടുക്കാനായിട്ടുള്ള ഒരു മെയിൽ വരാറുണ്ട്. ആ സ്ട്രീം പ്രിഫറൻസ് നമുക്ക് കൊടുക്കാം. അതിന് ശേഷം കുറച്ച് നാൾ കഴിഞ്ഞാൽ നമ്മൾ ഏത് സ്ട്രീമിലേക്ക് അലോക്കേറ്റ് ചെയ്തു എന്നുള്ള മെയിൽ നമുക്ക് വരും. അതിനനുസരിച്ച് നമുക്ക് പിന്നെ എങ്ങനെയാണ് സ്ട്രീമിൻ്റെ സ്കെഡ്യൂൾ, അതിൻ്റെ ഉള്ളിലും ഓരോന്നുണ്ടായിരിക്കും. അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഡാറ്റ സെൻറ്റർ ലിനക്സ് ആൻഡ് ക്ലൗഡ് ആയിരുന്നു എന്ന്. അപ്പോൾ ഈ ഡാറ്റ സെൻറ്റർ ലിനക്സ് ആൻഡ് ക്ലൗഡിൻ്റെ ഉള്ളിൽ ഏതൊക്കെയായിരുന്നു കോഴ്സുകൾ എന്ന് നോക്കാം. അത് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്, ഞാനത് വായിക്കാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നത് ഒറാക്കിൾ അഡ്മിനിസ്ട്രേഷൻ, AWS സിസോപ്സ്, പൈത്തൺ, പിന്നെ അത് കഴിഞ്ഞൊരു സോഫ്റ്റ് സ്കില്ലിൻ്റെ ക്ലാസ് ഉണ്ടായിരിക്കും. അതിനുശേഷം നമുക്കൊരു അസസ്മെൻറ്റ് നടക്കും. അത് ഫസ്റ്റ് അസസ്മെൻ്റ് ആണ്. അത് കഴിഞ്ഞതിന് ശേഷം അടുത്ത സെറ്റ് നടക്കും. അതായത് സ്റ്റോറേജ് ബേസിക്സ്, വിർച്വലൈസേഷൻ, ഡെവോപ്സ് എസെൻഷ്യൽസ്, ലിനക്സ് അഡ്മിനിസ്ട്രേഷൻ, പിന്നെയും ഒരു സോഫ്റ്റ് സ്കില്ലിൻ്റെ ക്ലാസ് ഉണ്ടായിരിക്കും, പിന്നെയും അസസ്മെൻറ്റ്, അത് കഴിഞ്ഞ് ഹാൻഡ്സ് ഓൺ വൈവ. ഇങ്ങനെയാണ് ഒരു സ്ട്രക്ചർ. അതായത് നമ്മുടെ ക്ലാസ്സുകൾ ലൈവ് സെഷൻസ് ആണ്. സബ്ജക്റ്റ് മാറ്റർ എക്സ്പേർട്സ് നമുക്കിതിനെക്കുറിച്ച് കറക്റ്റായിട്ട് ഡീറ്റെയിൽ ചെയ്ത് തരും. അത് ഓരോ ക്ലാസ്സുകളുടെ ഡ്യൂറേഷനും അല്ലെങ്കിൽ എത്ര ഡേയ്സ് ഉണ്ടാവും എന്നുള്ളതൊക്കെ വ്യത്യസ്തമായിട്ടിരിക്കും. ഓരോന്ന് വേറെ വേറെ ഇരിക്കും. ഇപ്പോൾ ചിലപ്പോൾ ഒറാക്കിളിൻ്റെ അഡ്മിനിസ്ട്രേഷന് 2-3 ദിവസമാണ് ക്ലാസ് വെച്ചെങ്കിൽ അടുത്ത കോഴ്സിന് അത്ര ദിവസം ക്ലാസ്സുകൾ ഉണ്ടാവണമെന്നില്ല. അതുപോലെയാണ് ഓരോന്നും. അത് നമുക്ക് എന്ത് സ്ട്രീം കിട്ടുന്നോ അതിനനുസരിച്ച് ഉണ്ടാവും. ഓരോന്നിൻ്റെയും എത്ര ദിവസം ഉണ്ടെന്ന്. പിന്നെ എക്സാമുകൾ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെയാണ് സ്ട്രക്ചർ. ആദ്യം ഒരു സെറ്റ് ഓഫ് കോഴ്സസ് കഴിയും. അതിന് കഴിഞ്ഞതിന് ശേഷം ഒരു അസസ്മെൻ്റ് ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞ് അടുത്ത സെറ്റ് ഓഫ് കോഴ്സസ് കഴിയും, പിന്നെ അസസ്മെൻ്റ് ഉണ്ടായിരിക്കും, പിന്നെ ഹാൻഡ്സ് ഓൺ വൈവ. അപ്പോൾ ഇങ്ങനെയാണൊരു സ്ട്രക്ചർ. ഇത് പൊതുവേ എല്ലാവർക്കും ഒരുപോലെയാണ് ഇങ്ങനത്തെ, അതായത് ഇങ്ങനെ സെറ്റ് തിരിച്ച് MCQ1 MCQ2 അങ്ങനെ തന്നെ ആയിരിക്കും സംഭവങ്ങൾ നടത്തുന്നുള്ളതെന്നാണ് എൻ്റെ ഒരു ഇത്. ഇപ്പോൾ അതിലെന്തെങ്കിലും ഡിഫറൻസ് ഉണ്ട്, ആർക്കെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് വന്നു വെച്ചെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അപ്പോൾ ഇനി എനിക്ക് അടുത്ത് പറയാൻ എന്താ ഉള്ളതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഫസ്റ്റ് അസസ്മെൻറ്റിൻ്റെയും സെക്കൻഡ് അസസ്മെൻറ്റിൻ്റെയും ഹാൻഡ്സ് ഓൺ വൈവയുടെ എല്ലാ മാർക്സും ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പറഞ്ഞു ഇൻ കേസ് പ്രൈമേഴ്സിൽ നമുക്ക് പാസ്സാവാൻ പറ്റിയില്ല എന്ന് വയ്ക്കുക. അങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ ഇതിൽ നമുക്ക് കവറപ്പ് ചെയ്തിട്ട് ടോട്ടൽ പെർസെൻറ്റേജ് 60% അബവ് എത്തിക്കാൻ പറ്റും. ഇത് സൂക്ഷിച്ച് ചെയ്യുക. സ്ട്രീമിൻ്റെ ട്രെയിനിങ്സ് എല്ലാം സബ്ജക്റ്റ് മാറ്റർ എക്സ്പേർട്സ് ഉണ്ടായിരിക്കും. നമുക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാം. ലൈവ് സെഷൻസ് ആണ്. അങ്ങനെ എല്ലാ അഡ്വാൻറ്റേജുകളും ഉണ്ട്. അപ്പോൾ നമുക്കത് അപ്പം തന്നെ ഡൗട്ട്സ് എന്തെങ്കിലും തോന്നി അപ്പം തന്നെ ചോദിക്കാം. അതിനുശേഷം ചിലപ്പോൾ വളരെ പെട്ടെന്ന് ഒക്കെ എടുത്തിട്ട് തീർത്തവരാണെച്ചെങ്കിൽ അവസാനം നമുക്ക് അതിനും ഹെൽപ്പ് ഔട്ട് ചെയ്യും. അതായത് ഡൗട്ട് സെഷൻസ് ആയിട്ട് നടത്താറുണ്ട്. അതൊക്കെ ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ് ലൈവ് സെഷൻസ് ആണ്. പ്രൈമേഴ്സിൻ്റെ കഴിഞ്ഞാലും നമുക്ക് ഇതുപോലെ തന്നെ പ്രൈമേഴ്സ് സബ്ജക്റ്റ് മാറ്റർ എക്സ്പേർട്സ് ഉണ്ട്. അവരും ഇത് ക്ലിയർ ചെയ്ത് തരും കേട്ടോ. പ്രൈമേഴ്സ് നോർമലി നമുക്ക് റെക്കോർഡഡ് ആയിട്ടുള്ള സംഭവങ്ങളാണ് കാണാനുണ്ടാവുക വെച്ചെങ്കിലും നമുക്കിതിൻ്റെ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെച്ചെങ്കിൽ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് മെയിലിലേക്ക് ഇത് വരാറുണ്ട്. ഇന്ന ദിവസം സബ്ജക്റ്റ് മാറ്റർ എക്സ്പേർട്ട് അവൈലബിൾ ആണ്. ആ സമയത്ത് നമുക്ക് സെഷനിൽ കയറിയിട്ട് അതിന് ഡൗട്ട്സ് ചോദിക്കാം. അതൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ സ്ട്രീംസിനും ഏതാണ്ട് അതുപോലെ തന്നെയാണ് കാര്യങ്ങൾ. ഇനി അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ
ഇതിലിപ്പോൾ ഞാൻ പറഞ്ഞു ഹാൻഡ്സ് ഓൺ വൈവ. അസസ്മെന്റ് നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഈ എന്താണോ പഠിച്ചിരുന്നത് ആദ്യത്തെ സെറ്റ് ഓഫ് കാര്യങ്ങൾ കഴിഞ്ഞിട്ടുള്ള അസസ്മെന്റില് ആ ആദ്യത്തെ സെറ്റ് ഓഫ് കാര്യങ്ങളെ കുറിച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അതിനാണ് ആൻസർ ചെയ്യുക. അത് കഴിഞ്ഞാൽ അടുത്ത സെറ്റ് ഓഫ് സംഭവങ്ങൾ എല്ലാം കൂടി ഒന്നിച്ചല്ല എന്നാണ് ഞാൻ പറയുന്നത്. ടോട്ടൽ കോഴ്സ് മൊത്തം എടുത്തിട്ടുള്ള ഒരു അസസ്മെന്റ് അല്ല. ആദ്യത്തെ സെറ്റ് കഴിഞ്ഞാൽ അതിൻ്റെ അസസ്മെന്റ്, അടുത്ത സെഷൻ കഴിഞ്ഞാൽ അതിൻ്റെ അസസ്മെന്റ്, അങ്ങനെയാണ് കാര്യങ്ങൾ വരിക. ഇനി ഹാൻഡ്സ് ഓണിനെ കുറിച്ചും വൈവയെ കുറിച്ചും പറയുകയാണെന്ന് വെച്ചെങ്കിൽ അതും സ്ട്രീമുകൾ അനുസരിച്ചാണ്. ചില സ്ട്രീമുകൾക്ക് ഹാൻഡ്സ് ഓണുകൾ ഉണ്ടാവില്ല, അതിന് പകരം ASA എന്ന് പറഞ്ഞൊരു കാര്യം ഉണ്ടാവുക. ഈ ASA എന്താണെന്ന് വെച്ചാൽ ഒരു സെനാറിയോ തരും, ആ സെനാറിയോയിൽ നമ്മൾ ആ സമയത്ത് എന്ത് ചെയ്യും എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ASAയിൽ ചോദിക്കുക. ഹാൻഡ്സ് ഓൺ ആകുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട്, ഇപ്പം എനിക്ക് ലിനക്സ് അഡ്മിനിസ്ട്രേഷൻ്റെ ഒക്കെ ക്ലാസ് ഉണ്ട്. അപ്പോൾ ലിനക്സ് അഡ്മിനിസ്ട്രേഷൻ്റെ ക്ലാസ് ആണെന്ന് വെച്ചെങ്കിൽ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തരും. അപ്പം നമ്മളത് പെർഫോം ചെയ്യാം, അതിൻ്റെ കമാൻഡ്സ് കൊടുത്തിട്ട് അത് പെർഫോം ചെയ്യാം ആ ക്വസ്റ്റ്യൻസ് അനുസരിച്ച്. അതാണ് ഹാൻഡ്സ് ഓൺ വരുന്നത്. അതിപ്പോൾ ഞങ്ങൾക്ക് ഒറാക്കിൾ അഡ്മിനിസ്ട്രേഷനിൽ ഞങ്ങൾക്ക് ലാബുകൾ തന്നിട്ടുണ്ട്, AWSൽ ലാബുകൾ തന്നിട്ടുണ്ട്, പിന്നെ ലിനക്സിൽ ലാബുകൾ തന്നിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് എന്ന് വേണമെങ്കിൽ വരാം. അപ്പോൾ അത് നമ്മൾ ഹാൻഡ്സ് ഓൺ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇതെല്ലാം 20 മാർക്ക് വെച്ചിട്ടാണ് 20 മാർക്ക് സീറ്റ്സ്. ഇപ്പോൾ ഫസ്റ്റത്തെ അസസ്മെൻ്റ് ആണെങ്കിലും സെക്കൻഡ് അസസ്മെൻറ്റിനാണെങ്കിലും പിന്നെ ഹാൻഡ്സ് ഓൺ വൈവ അതിനൊക്കെ 20 മാർക്സ് വെച്ചിട്ടാണ്. അപ്പോൾ ഇത് ഓവറോൾ പ്രൈമേഴ്സും സ്ട്രീംസും കൂടി ഓവറോൾ 60% വാല്യൂ ആയാൽ നമ്മൾ ക്വാളിഫൈഡ് ആണ്. ഇതിപ്പോൾ സ്ട്രീം എക്സാമിന് അധികം നല്ല മാർക്കുകളല്ല എന്ന് വെച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് ഇനി അടുത്ത പറയണേ. അപ്പോൾ ഈ 60% കിട്ടാത്തവരെ പിന്നെന്താ ചെയ്യുക? അത് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു RT1, അതായത് റീടെസ്റ്റ് 1, റീടെസ്റ്റ് 2 എന്ന് പറഞ്ഞിട്ട് നടക്കും. ഈ 2 ചാൻസസിൽ എത്രയും നന്നായിട്ട് പെർഫോം ചെയ്തിട്ട് രക്ഷപ്പെടുക. ഇല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാവും, കാരണം അവർക്ക് നമ്മളതിനെ ഇവിടുന്ന് എക്സ്പെൽ ചെയ്യാനുള്ളൊരു ചാൻസ് ആണ് ശരിക്കും അത്. അപ്പോൾ മാക്സിമം നമ്മൾ പഠിക്കുക. എന്തായാലും വേറെ എന്ന് വെച്ചാൽ വേറെ വലിയ ഹർഡിലൊന്നുമില്ല. നമ്മൾ കറക്റ്റായിട്ട് ഇതെല്ലാം പഠിച്ചു പോവുകയാണെന്ന് വെച്ചെങ്കിൽ ഈസി ആയിട്ട് ക്വാളിഫൈ ചെയ്ത് വിടാവുന്നതേ ഉള്ളൂ. പിന്നെ അതത് സ്ട്രീമുകളിലുള്ള നമ്മുടെ സീനിയേഴ്സിനെ ആരെങ്കിലും പരിചയം ഉണ്ടെച്ചെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ നമ്മളെ ഹെൽപ്പ് ഔട്ട് ചെയ്യാൻ പറ്റും. ഇന്ന കാര്യങ്ങളായിരുന്നു ഇതിന് എന്നുള്ളതിന് വ്യക്തമായിട്ടുള്ള ക്ലാരിറ്റി തരാൻ പറ്റും. അപ്പം എൻ്റെ സ്ട്രീമിനെ സംബന്ധിച്ചുള്ള എന്ത് ഡൗട്ട്സ് ആണെങ്കിലും എനിക്ക് പറഞ്ഞു തരാൻ പറ്റും. പക്ഷേ വേറൊരു സ്ട്രീമിനെ കുറിച്ച് എന്താണ് എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് കറക്റ്റ് പറഞ്ഞു തരാൻ പറ്റില്ല. നമ്മൾ സീനിയേഴ്സായിട്ട് കണക്ഷൻ ഉള്ളത് നല്ലതാണ്. ഇതൊക്കെയാണ് എനിക്ക് സ്ട്രീം എക്സാമിനെ കുറിച്ച് മെയിനായിട്ട് പറയാനുള്ളത്. ഇതിലാണെങ്കിലും എന്തെങ്കിലും ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ട് വെച്ചെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ഇൻ കേസ് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അതും അറിയിക്കുക. പിന്നെ നമ്മുടെ സ്ട്രീം എക്സാമുകൾക്ക് ഒപ്പം തന്നെ ഇടയിൽ കുറേ ഫൗണ്ടേഷണൽ ട്രെയിനിങ്സും കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാനുണ്ടായിരിക്കും. അതൊക്കെ കറക്റ്റ് നമ്മൾ ക്യാച്ചപ്പ് ചെയ്യുക. വർക്ക്ഡേയിൽ ലോഗിൻ ചെയ്തിട്ട് ഏതൊക്കെ ഇത് നമുക്ക് പെൻഡിങ് ഉണ്ടെന്ന് ശ്രദ്ധിക്കുക. അതെല്ലാം കറക്റ്റായി പോകേണ്ട കാര്യങ്ങളാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ iAspire എന്ന് പറഞ്ഞൊരു പോർട്ടലുണ്ട് നമുക്ക്. ഈ iAspireൽ ഒരു റോഡ് മാപ്പ് പോലെ കരിയറിൻ്റെ ഇത് കാണിച്ചിട്ടുണ്ടാവും. അതായത് ഇന്ന മാസം കഴിഞ്ഞ് എന്തൊക്കെ ആക്ഷൻസ് എടുക്കാനുണ്ടാവും എന്നുള്ളതിനെ കുറിച്ചൊക്കെ തന്നിട്ടുള്ളൊരു പോർട്ടലാണ് iAspire. ഇത് ശ്രദ്ധിക്കുക, നോക്കുക, ഇതിൽ കറക്റ്റായി ഓരോന്ന് ചെയ്യുക. എന്തൊക്കെയുള്ളതെന്ന് ഏതാണ്ട് അതിലുണ്ടായിരിക്കും, എന്ത് ചെയ്യണം അങ്ങനെയല്ല. അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് ക്യാച്ചപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. കുറേ ട്രെയിനിങ്സ് നമുക്ക് തരും. ഇഷ്ടപ്രകാരം നമുക്ക് ഓപ്പർച്യൂണിറ്റീസും ഉണ്ട്. പുതിയ കാര്യങ്ങൾ പഠിക്കണം വെച്ചെങ്കിൽ അതിനുള്ള കാര്യങ്ങളും നമുക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഇഷ്ടപ്രകാരം പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉള്ളൊരു സ്ഥലമാണ് നമുക്ക്. അത് കറക്റ്റായി യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇത് ഞാൻ വൈൻഡപ്പ് ചെയ്യണു. എന്തെങ്കിലും കാര്യങ്ങളുണ്ടെച്ചെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. എന്തെങ്കിലും ആഡ് ചെയ്യാൻ ഞാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അതും കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അപ്പം ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ ഓൾ.